Hello, hi, welcome to sajisinnovations. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഡിഫറെൻ്റ് എന്നോ റെയർ എന്നോ ഞാൻ പറയില്ല, കോമൺ ആണ്, ബട്ട് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് എന്ന് വീണ്ടും ഞാൻ പറയുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഞാൻ വച്ചിരിക്കുന്നത്. കണ്ടോ, 1 കിലോ കപ്പ വാങ്ങി ഞാൻ വെട്ടി നുറുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1 കിലോ എന്ന് പറയുമ്പോൾ വൃത്തിയാക്കി കഴിയുമ്പോൾ ഒരു 800 ഗ്രാം ഉണ്ടാവും, 800-750 ഗ്രാം ഉണ്ടാവും, അത്രയും എടുത്തിട്ടുണ്ട്. ദെൻ 1/2 കിലോ മത്തി വാങ്ങി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, അതൊരു 300 ഗ്രാം ഉണ്ടാവും, ഒരു 10-12 മത്തി, നല്ല നെയ്യ് മത്തിയാണ്, കിടലൻ സാധനമാണ്. അപ്പോൾ കപ്പയും മത്തിയും കണ്ടപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും മത്തിയും തന്നെയാണ്, പക്ഷേ ഉണ്ടാക്കാൻ പോകുന്ന കപ്പ പാൽക്കപ്പ എന്ന് പറഞ്ഞ സാധനം. ഈ സമയത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള കപ്പ. പാൽക്കപ്പയും പിന്നെ മത്തി നമ്മൾ മുളകിട്ടത്. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ രണ്ടും രണ്ടായിട്ട് ആദ്യം പാൽക്കപ്പ ചെയ്ത് കാണിക്കാം, പിന്നെ മത്തി ചെയ്ത് കാണിക്കാം. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇൻ ബിറ്റ്വീൻ ചെയ്തോളൂ, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ആദ്യം പാൽക്കപ്പ നോക്കാം എങ്ങനെയാണ് കേട്ടോ. ഞാനിതൊരു 2 പാത്രങ്ങൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 മൺപാത്രമാണ്, അത് മീൻ ഉണ്ടാക്കാൻ വെച്ചതാണ്, ഇത് കപ്പ ഉണ്ടാക്കാൻ വെച്ചതാണ് കേട്ടോ. ആദ്യം ഞാനിതിനെ കപ്പ എടുത്തിട്ട് വലിയ മൺപാത്രത്തിലേക്ക് ഇടുകയാണ്. അതിലേക്ക് വെള്ളം ഒഴിക്കുക കേട്ടോ. കപ്പ മുങ്ങിക്കിടക്കാൻ കണക്കായിട്ട് വെള്ളം ഒഴിക്കുക. കപ്പ വേവിക്കാൻ എല്ലാവർക്കും അറിയാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ കപ്പ അവിടെ നിന്ന് വേവട്ടെ. കപ്പ വേവാൻ ഇത്ര സമയം ഞാൻ പറയുന്നില്ല, കാരണം കിട്ടുന്ന കപ്പ അനുസരിച്ച് വേവ് വ്യത്യാസപ്പെട്ടിരിക്കും. കുക്കറിൽ വേണമെങ്കിൽ പെട്ടെന്ന് വേവിച്ചെടുക്കാം, പക്ഷേ ചില കപ്പയ്ക്ക് ചെറിയ കയ്പുണ്ടാവും. സോ കയ്പുള്ള കപ്പയാണെങ്കിൽ ഒന്ന് തിളച്ചിട്ട് വേകാറാകുമ്പോൾ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് എന്നിട്ട് ആ വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കേണ്ടി വരും. അതാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും വേവട്ടെ അവിടെ ഇരുന്നിട്ട്. സോ കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന 2 കാര്യങ്ങളുണ്ട്, 3 കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു സെറ്റ് സാധനം ഞാൻ വെച്ചിട്ടുള്ള കുറേ ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, 5-6 അല്ലി വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്, ഒരു 5 കാന്താരി. ഇത് വെള്ളക്കാന്താരിയാണ്. വെള്ളക്കാന്താരി നമ്മുടെ കിച്ചൺ ഗാർഡനിൽ തന്നെ ഉണ്ടായതാണ്. തൊട്ടടുത്ത് തന്നെ കിച്ചൺ ഗാർഡൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് നോക്കിക്കോ. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. സോ ഇത്രയും കൂടെ ഒരുമിച്ച് നമുക്കൊന്ന് ചതച്ചെടുക്കണം. പിന്നെ അത് കുറച്ച് ചെറിയ ഉള്ളി വേറെ വെച്ചിട്ടുണ്ട്, ഇതും ഒന്ന് ചതച്ചെടുക്കുകയോ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയോ ചെയ്യുക. ചതക്കണം, നന്നായിട്ട് ചതക്കണം കേട്ടോ. പിന്നെ ഇത് ഒരു തേങ്ങ ഞാൻ പൊട്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു തേങ്ങയുടെ നല്ല കട്ടി പാലും എടുക്കണം. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് കപ്പ വേവും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാൽക്കപ്പയ്ക്കുള്ള കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ വെള്ളമൊക്കെ ഊറ്റിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി കേട്ടോ. കണ്ടോ, വളരെ ചെറുതായിട്ട് ഞാൻ തീ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് നമ്മൾ ചതച്ച കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, കുറേ ചെറിയ ഉള്ളിയും എന്താ പറയുക വെളുത്തുള്ളിയും കാന്താരിയും കൂടെ ചതച്ചെടുത്തല്ലേ, കറിവേപ്പിലയും ചേർത്തിട്ട് അതിട്ട് കൊടുക്കുക. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ആ പച്ചമണം ഒന്ന് മാറട്ടെ കേട്ടോ. അല്ലേ, ഒരു കാര്യം മറന്നു, നമ്മൾ നേരത്തെ ഉപ്പിട്ടിരുന്നില്ല, ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ കപ്പ ഇപ്പം തന്നെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഏതാണ്ട് നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തേങ്ങാപ്പാൽ ഏകദേശം കപ്പ ഒന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം കേട്ടോ. ഒരു തേങ്ങയുടെ കട്ടിപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയ കഷ്ണങ്ങളൊക്കെ ഞാൻ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിലുള്ളത്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ ഒത്തിരി തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. ചൂടായിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ഞാൻ ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്നും കൂടെ വറ്റൂ കേട്ടോ. മൺപാത്രം ആയതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആവും. ഇതിനൊന്ന് മാറ്റി വെച്ച് കൊടുക്കുകയാണേ. അതേസമയം ഞാൻ മറ്റൊരു ചെറിയ മൺപാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഈ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കണേ. ഒന്ന് വറുത്തിടാണ്ട് പരിപാടി കേട്ടോ. ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ച ചെറിയുള്ളി ഉണ്ടല്ലോ, ഞാൻ മിക്സിക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്ത കേട്ടോ, ഇട്ട് കൊടുക്കുക. ഇനി ഇതിനൊന്ന് നന്നായിട്ട് മൂപ്പിക്കുക. ഈ പാൽക്കപ്പയിൽ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. കുറച്ച് അധികമായാലും കുഴപ്പമില്ല, ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. എന്തായാലും ഇതൊരു ഇളം ബ്രൗൺ നിറമാകുന്നവരെ ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ ഉള്ളി ഒന്ന് അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ ബ്രൗൺ നിറത്തിലോട്ട് മാറിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഞാൻ ഇടുന്നത് കുറച്ച് വറ്റൽമുളക് കേട്ടോ, ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണ്ടേ, രണ്ടും കുറച്ച് അധികം വേണം കേട്ടോ. ഇത് നമുക്കൊന്ന് ഇതുമായിട്ട് ചേർത്ത് മൂപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ മുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടേ. ഇനി അതിന് ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ പാൽക്കപ്പ ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം.
പാൽക്കപ്പ ഇന്ന് കട്ടിയായിട്ടുണ്ട് കണ്ടോ, അത്യാവശ്യം നല്ല കിടിലൻ ലുക്കല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ വറുത്ത് വെച്ച സാധനം ഉണ്ടല്ലോ, ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക കേട്ടോ. യമ്മിയില്ലേ. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ അവിടെ ഇരിക്കട്ടെ. നടച്ച് വീണ്ടും അങ്ങോട്ട് തന്നെ മാറ്റി വയ്ക്കുകയാണേ. ഇത് നമുക്ക് മറ്റൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മുടെ മുളകിട്ട മത്തിക്കറി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഓക്കെ, നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വരുന്നുണ്ടേ. അപ്പോൾ ഞാൻ ഐറ്റംസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ. അത് ഞാൻ ചെയ്യുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി കേട്ടോ ഉലുവ. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 6 7 അല്ലി എടുക്കുക, കുഴപ്പമില്ല. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, ഒരു 3 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മറിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഒരു 10 അല്ലി ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അത് കൂട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. രണ്ട് തണ്ട് കറിവേപ്പില. ഈ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഫ്ലെയിം പരമാവധി കുറച്ച് കൊടുക്കുക കേട്ടോ. ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ആഡ് ചെയ്യുക. ഞാൻ ഇടാൻ പോകുന്നത് ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ അധികം എരിവുണ്ടാവില്ല, നല്ലൊരു കൊഴുപ്പും കിട്ടും കറിക്ക് കേട്ടോ, നല്ല നിറവും കിട്ടും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ കണക്കാക്കി കുരുമുളക് പൊടി, പെപ്പർ പൗഡർ ആഡ് കൊടുക്കുന്നുണ്ട്. ഒരു 2 നുള്ളു കണക്കാക്കിയിട്ട് ഉലുവ പൊടിച്ചത് ആഡ് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയം നമ്മളിതിലേക്ക് ഒരു മീഡിയം തക്കാളി, ടൊമാറ്റോ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി ഈ ടൊമാറ്റോ നന്നായിട്ട് വെന്ത് ചേരുന്നത് ഇളക്കി കൊടുക്കുക കേട്ടോ. ടൊമാറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച ഒരു 3 കഷ്ണം കുടംപുളി വെള്ളത്തോടെ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീൻ അത്രയും വെന്ത് വരാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളക്കട്ടെ. ഈ മിക്സ് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ മിക്സ് കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ, കുറവുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ സമയം മീൻ കഷ്ണങ്ങൾ ഒന്നടുത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാ മീനും ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം. വെന്ത് കഴിഞ്ഞാൽ പിന്നെ സ്പൂൺ ഇടാൻ പറ്റില്ല കേട്ടോ. ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് നമ്മൾ തിളച്ച ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് മത്തി ഒരു 6-7 മിനിറ്റിൽ തന്നെ വെന്ത് കിട്ടും. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം, ശേഷം കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഷ് ഒരു 6-7 മിനിറ്റോളം വെന്തിട്ടുണ്ട്. അതെ, നന്നായിട്ടൊന്ന് വറ്റി വരുന്നുണ്ട് കേട്ടോ. ഇത് മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് സമയം വെച്ചിരുന്നാലും വീണ്ടും പറ്റും കേട്ടോ. നമ്മൾ ഫൈനലായിട്ട് ചെയ്യാൻ പോകുന്നത് കുറച്ചൊരു പച്ച വെളിച്ചെണ്ണ അതിൻ്റെ പുറത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ. പിന്നെ നമ്മുടെ ഫൈനൽ ആൻഡ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് കറിവേപ്പില ഞാൻ തണ്ടോടത്തുനിന്ന് വെച്ച് കൊടുക്കുകയാണ്. യെസ്, ഇനി ഇതിനെ ഒന്ന് ചിരിച്ചു കൊടുക്കുക. ഇനി സ്പൂൺ ഇളക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ ഒന്ന് നന്നായിട്ട് വറ്റി വരും. നമുക്ക് ആവശ്യത്തിന് ഗ്രേവി കിട്ടും. എന്തായാലും നമ്മുടെ മത്തിക്കറിയും പാൽക്കപ്പയും റെഡിയാണ്. രണ്ടും കൂടി ചേർത്ത് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാൽക്കപ്പയും മത്തി മുളകിട്ടതും റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ടോ, നല്ല യമ്മി ആയിട്ടിരിപ്പുണ്ട് പാൽക്കപ്പ ആൻഡ് മത്തി മുളകിട്ടത്. കുറച്ച് ഗ്രേവി ഉണ്ട്, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും കണ്ടോ നല്ല റെഡ് കളറിൽ അടിപൊളിയായിട്ടിരിപ്പുണ്ട്. ഇതും അതെ യമ്മിയാണ്. ഞാനൊന്ന് ജസ്റ്റ് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാം. എല്ലയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്.
അടിപൊളി ലുക്കല്ലേ. ഞാനൊരു മത്തി, ശരിക്കും പറഞ്ഞാൽ ഈ പാൽക്കപ്പ കഴിക്കാൻ മത്തിയുടെയോ ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. വെറുതെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കഴിച്ചാൽ മതി. പക്ഷേ ഇതൊരു വെറൈറ്റി കോമ്പിനേഷനാണ്. അതാ ഇങ്ങനെ ഉണ്ടാക്കി കേട്ടോ. എടുക്കുക. യെസ്, കുറച്ച് ഗ്രേവി കൂടുതലാട്ടോ. അല്പസമയം ഇരുന്നാലും പറ്റിക്കൊള്ളും. ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തോണ്ടാ. കേട്ടോ, പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. വായിൽ അലിഞ്ഞു പോകുന്ന കപ്പ. ഇത്രയും ടേസ്റ്റി ആയിട്ട് കപ്പ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പ്ലസ് ഞങ്ങളുടെ മത്തി മുളകിട്ടതും കിളിനായിട്ടുണ്ട്. ദിസ് ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക, കമൻസായിട്ട് അറിയിക്കുക. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.